ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ ALP എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നലെ എക്സാം എഴുതിയ കുറേ പേരൊക്കെ നമ്മളോട് പറഞ്ഞു എങ്ങനത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത് ഫ്രം മാത്സ്. ഓക്കെ, അപ്പോൾ 3 ഷിഫ്റ്റിലെയും അറ്റൻഡ് ചെയ്ത കുട്ടികളോട് ഡിസ്കസ് ചെയ്തിട്ടും നമുക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ സെയിം ക്വസ്റ്റ്യൻസ് അല്ല എക്സാമിന് ചോദിച്ചിരിക്കുന്നത്, പാറ്റേൺ മാത്രമാണ്. ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് മാത്രമാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് വേണം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if A, B and C are denoting mean, median and mode of a data and A is to B is equal to 9:8, then the ratio of B is to C is. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. A മീൻ ആണ്, B മീഡിയൻ ആണ്, ദെൻ C മോഡാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? മീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9x ആണെന്നും മീഡിയൻ എന്ന് വെച്ചാൽ എത്രയാണെന്ന് മനസ്സിലായി? 8x ആണെന്നും മനസ്സിലായി. നമ്മളോട് മോഡും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതുണ്ട്. അത് ഏതാണ്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? 3 into median is equal to 2 into mean plus mode. ഈ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ പോരെ. മീഡിയൻ എന്താണ്? 3 into 8x is equal to mean എന്താണ്? 2 into 9x plus mode എന്താ? C ആണ്. ആ C അതുപോലെ തന്നെ ഇടാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C യുടെ വാല്യൂ കിട്ടും അല്ലെ. 8 3s are 24x ആണ്, 9 2s are 18 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -18x is equal to C എന്ന ഒരു സ്റ്റെപ്പിൽ എഴുതാം. അപ്പൊ C യുടെ വാല്യൂ എത്രയാ കിട്ടുന്നത്? 6x എന്നാണ് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് B is to C ആണ്. അപ്പൊ അത് എന്ത് വരും? 8 is to 6 എന്ന് വരും, which is equal to 4 is to 3. അപ്പൊ നമ്മുടെ റേഷ്യോ എന്താ വരുന്നത്? 4 is to 3 ആണ് റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട്, റേഷ്യോയിൽ നിന്നുമുള്ളത് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ട്രയാങ്കിൾ ABCAB. ഓക്കെ, അപ്പം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി അല്ലെ. 90 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് B ആണെങ്കിൽ we can take this as A and this as C. Okay, whatever it is. അപ്പൊ നമുക്ക് AC യുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. AC എന്താണ്? ഹൈപ്പോടെന്യൂസ് ആണ്. ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓൾട്ടിറ്റ്യൂഡ് AB എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 13 ആണെന്ന് തന്നിട്ടുണ്ട്. ബേസ് 84 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 13 സ്ക്വയർ എത്രയാ വരിക? 169 ആണ് വരിക. 84 സ്ക്വയർ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ. ആ ഒരു ഫോം, ആ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. 7056 ആണ് വരിക. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 7225 എന്ന് കിട്ടും. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കും നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 25 ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ഇവിടെ 5 ആയിരിക്കും വരുന്നത്. 7000 എന്ന് പറഞ്ഞാല് എന്തിന്റെ സ്ക്വയറിന് ഇടയിലായിരിക്കും വരിക? 72. അപ്പൊ അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് വരും? 8 എന്ന് വരും. സോ 85 ആണ് AC യുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 85 സെന്റിമീറ്റർ വിൽ ബി ദ ഹൈപ്പോടെന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ സ്ക്വയർ കാണാനും സ്ക്വയർ റൂട്ട് കാണാനുമുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അടുത്തത്
A farmer is marking his field to sow seeds. If he marks a rectangular area of his field in the ratio of length is to width 3:1. അപ്പോൾ നമുക്ക് length 3x എന്നും കിട്ടി, width എത്രയാ കിട്ടിയത്, x എന്നും കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ഏരിയ L ഇൻറ്റു W ആണ് അല്ലെ. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആണ്. 3x ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, 3x² എന്ന് വരും. ഇത് ആക്ച്വലി പെന്ന് പോലും എടുക്കണ്ട, നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് തന്നെ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ആൻ എക്സാമിനേഷൻ ദ ഹയസ്റ്റ് സ്കോർ ആൻഡ് ദ ലോവസ്റ്റ് സ്കോർ ആർ ഡിഫറെന്റ് ബൈ 55 ആൻഡ് ദ ഹയർ വൺ വാസ് 9/4 ടൈംസ് ദ ലോവർ വൺ. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് സ്കോർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ്, ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചെടുക്കാം. കാരണം എന്താണ്, നമ്മളോട് ലോവസ്റ്റ് സ്കോർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, ലോവസ്റ്റ് സ്കോർ എക്സ് ആണെങ്കിൽ ഹയസ്റ്റ് സ്കോർ എന്തായിരിക്കും, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 55 ആണ്. അപ്പൊ ലോവസ്റ്റ് സ്കോറിനേക്കാൾ 55 കൂടുതലായിരിക്കും ഹയസ്റ്റ് സ്കോർ അല്ലെ. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാല് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 9/4 ഇൻറ്റു എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ നമുക്ക് ആൻസർ കിട്ടില്ലേ. എങ്ങനെ കിട്ടും, ഇവിടെ എങ്ങനെ കിട്ടും, 9 + 55 ഇൻറ്റു 4 is equal to 9x എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വരും, 4x + 55 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 20, ബാലൻസ് 20 22, 220 is equal to 9x എന്ന് കിട്ടും. 4x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 220 is equal to 5x എന്ന് വരും. x is equal to 220 divided by 5. 22 20 ആണ്, 4 ടൈംസ് again 20 44. അപ്പൊ ലോവസ്റ്റ് സ്കോർ എത്രയാണ്, 44 ആണ് ലോവസ്റ്റ് 44 എന്ന് പറയുന്നത്. ഓക്കെ, ലോവസ്റ്റ് സ്കോർ എത്രയാ വരുന്നത്, 44 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സം ഓഫ് 10,000 amounts to rupees 11,449 in 2 years. When the interest is compounded annually, the interest rate percent per annum is. ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് ഇൻട്രസ്റ്റ്, 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ചെയ്താൽ മതി അല്ലെ. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ചെയ്യുമ്പോൾ 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1449 രൂപയാണ് വരുന്നത് അല്ലെ. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഈ 1449 എന്ന് പറയുന്നത് 10,000ന്റെ എത്രയോ പെർസെന്റേജ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാം. is equal to 10,000 into x by 100 ചെയ്താൽ മതി. 0 0 ക്യാൻസൽ ആവും. x എന്ന് പറയുമ്പോൾ 1449 divided by 100 which is equal to 14.49% ആണ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റില്ല, കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 ഇൻറ്റു 2 ആണ് 14. 7 ഇൻറ്റു 2 ആണ് 14 വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 7. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു എന്തുണ്ട്, 49 കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ അത് 7ൽ കറക്റ്റ് ആവോ എന്ന് നോക്കണം. അപ്പൊ 2 വർഷത്തേക്കാണ്, നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം, 2 വർഷത്തേക്കുള്ള 7 + 7 ചെയ്യാം. ദെൻ എന്ത് വരും, 7 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുകയാണ് കേട്ടോ. അപ്പൊ ഇത് എന്താണ്, 2 വർഷത്തേക്ക് 7 ആണെങ്കിൽ 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് ആ ഒരു എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 14.49% വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്ത് വരും, 14 + 49/100. 49/100 എന്ന് പറഞ്ഞാൽ 0.49 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും, 14.49 എന്ന് തന്നെ വരും. സോ നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണ്, ഒരു വർഷത്തേക്ക് 7% ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായോ. ഈ ഒരു ഫോം എപ്പോഴും മൈൻഡിൽ വെക്കുക. 2 വർഷമാണെങ്കിൽ ഇങ്ങനെ, 3 ആണെങ്കിൽ ഇതിൽ 7 + 7 + 7 + 7 × 7 × 7 divided by 100 ആ ഒരു ഫോമിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് D is the midpoint of line segment AB. AB ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്,
ഡി എന്ന് പറയുന്നത്. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ഓക്കെ, ഇനി എയുടെ കോർഡിനേറ്റ്സ് എന്താണ്? 2 and 4 ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? സോറി, ഡിയുടെ കോർഡിനേറ്റ്സ് 2 and 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, എന്താണത്? നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഇപ്പം ഡി എക്സ്, ഇപ്പൊ നമ്മള് എ ബി എന്നെടുത്തു, ബിയുടെ കോർഡിനേറ്റ്സ് സി ഡി എന്നെടുത്തു, ആൻഡ് ഡിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സോറി, ഡിയുടേത് -1ഉം 3ഉം ആണ് കേട്ടോ. ഞാൻ അവിടെയും കൊണ്ടുപോയിട്ട് ഇത് തന്നെ എഴുതി വെച്ചു. -1ഉം 3ഉം ആണ്. എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? എ പ്ലസ് സി divided by 2. Then y is equal to b plus d divided by 2. ഇത് നമുക്ക് എന്തറിയാം? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഇങ്ങനെയാണ് കാണുക. അപ്പൊ ഇതിലേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ളത് കിട്ടില്ലേ? നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ -1 ആണെന്നറിയാം, എയുടെ വാല്യൂ 2 ആണെന്നറിയാം, പിന്നെന്താണ്? സിയുടെ വാല്യൂ നമുക്ക് സി ആയിട്ട് തന്നെ എടുക്കാം, ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് വരും? -2 is equal to 2 plus c. അപ്പൊ c എന്ത് വരും? ഇവിടെ -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2 എന്ന് പറയുമ്പോൾ -4 എന്ന് വരും. അപ്പൊ ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താണ്? -4 എന്ന് വരും. അടുത്തത് അടുത്തത് y ആണ് നോക്കാൻ പോകുന്നത്. y യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം, നമുക്ക് 3 ആണെന്ന് അറിയാം. ദെൻ ബിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. 4 പ്ലസ് ഡി ബൈ 2 ആണ്. 3 into 2 6 ആണ്. 6 is equal to 4 plus d. d is equal to 6 minus 4 which is equal to 2. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എന്താ കിട്ടുന്നത്? -4ഉം 2ഉം ആണ് ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്സിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അടുത്തത്, if a plus b is equal to 9 and a square plus b square is equal to 53, then find the value of AB. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിറ്റീസ് കൃത്യമായിട്ട് പഠിക്കുക. a plus b the whole square, അതുപോലെ a plus b the whole cube, ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. a cube plus b ക്യൂബിന്റെ വാല്യൂ ആണ് ഇന്നലത്തെ ഷിഫ്റ്റിൽ ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. a ക്യൂബ് പ്ലസ് b ക്യൂബിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എ ബിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് എന്തറിയാം? a plus b the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a square plus b square plus 2ab ആണെന്ന് അറിയാം അല്ലെ. ഇവിടെ നമുക്ക് എന്തറിയാം? a plus b 9 ആണ്. സോ 9 square is equal to a square plus b square 53 ആണ്, പ്ലസ് 2ab. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 81 minus 53 divided by 2 is equal to ab എന്ന് കിട്ടും. 81 minus 53 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 28 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 28 divided by 2 is equal to ab. then ab എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 ആണ് ab-യുടെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇത് ഐഡന്റിറ്റീസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൽജിബ്രയിൽ നിന്നും വരുന്നത്. അടുത്തത്, വർക്കിംഗ് ടുഗെദർ ഇഫ് എ ബി ആൻഡ് സി ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ 4 days. അപ്പൊ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി, എക്കും ബിക്കും സിക്കും കൂടെ 4 ദിവസം കൊണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബി നിർത്തിപ്പോയി, എയും സിയും കൂടെ 6 ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പൊ എയും സിയും കൂടെ 6 ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തു. ബി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എന്ത് വേണം? ടോട്ടൽ വർക്ക്. ഇതിന്റെ LCM 12 ആണ്. 4 3s are 12ഉം 6 2s are 12ഉം ആണ്. അപ്പൊ എയും ബിയും സിയും കൂടെ 3 വർക്കാണ് ഒരു ദിവസം തീർക്കുക അല്ലെ. എയും സിയും കൂടെ 2 വർക്കാണ് ഒരു ദിവസം തീർക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം എത്ര വർക്കാണ് തീർക്കുക? 3 minus 2 ചെയ്താൽ പോരെ? ബി ഒരു ദിവസം ഒരു വർക്കേ തീർക്കുള്ളൂ. നമുക്ക് ടോട്ടൽ 12 വർക്കാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കുള്ളൂ? 12 ദിവസം കൊണ്ട് മാത്രമേ ബിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? നമുക്ക് എല്ലാം ഈ ഒരു LCM മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും, അധികം കാൽക്കുലേഷൻസ് ഇല്ലാണ്ട് തന്നെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ വെൻഡർ ബൈസ് എ സർട്ടൻ നമ്പർ ഓഫ് ബനാനാസ് അറ്റ് 8 pieces for ₹5 and sells them at 5 pieces for 8. What will be his percentage profit? അപ്പൊ നമ്മൾ ആദ്യം CP കണ്ടുപിടിക്കണം. CP ഒരെണ്ണത്തിന്റെ CP എന്ന് പറഞ്ഞാൽ 8 എണ്ണം 5 രൂപയ്ക്കാണ്. അപ്പൊ ഒരെണ്ണത്തിന് എത്ര രൂപയായിരിക്കും? 5 divided by 8 ആണ്. 5 പോവില്ല, 0. ഇവിടെ എത്ര വരും? 6 വരും. 48 വരും, ബാലൻസ് 2 വരും, 0. അപ്പൊ എത്ര വരും? 0 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്, 16 ആണ്. ഇവിടെ 4 വരും, അഗെയിൻ 0 ഇട്ട് കൊടുക്കുമ്പോൾ 5 എന്ന് വരും. ഓക്കെ, അപ്പൊ CP ഓഫ് 1 ബനാന എന്ന് പറഞ്ഞാൽ 0.625 ആണ്. ഇനി നമുക്ക് SP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 divided by 5 ചെയ്താൽ മതി അല്ലെ? അപ്പൊ 1 ബാലൻസ് 5, ഇവിടെ എത്ര വരെ? 3 വരും, 0.06. SP എത്രയാ വരുന്നത്? 1.6 ആണ്. നമ്മളോട് ഇവിടെ പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1.6 മൈനസ് 0.625 ചെയ്താൽ മതി. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 975 ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? CPയുടെ 0.975 എന്ന് പറയുന്നത് 0.625ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 100ന് x എന്ന് പറയുമ്പോൾ എത്ര വരും? 0.975 into 100 divided by 0.625 എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 1000 വെച്ച് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 975 into 100 divided by 625 എന്ന് കിട്ടും. ഇനി 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 25 എന്ന് തന്നെ വരും. ഇത് 4 എന്ന് ഇവിടെ എത്ര വരും? 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 39 എന്ന് വരും അല്ലെ? 39 എന്നാണ് ഇവിടെ വരിക. ദെൻ ഈ ഒരു 25നെ 100ൽ നമ്മൾ 4 ടൈംസ് ഡിവൈഡ് ചെയ്തു. അപ്പൊ പിന്നെ ബാലൻസ് ഇവിടെ എന്ത് വരും? 39 into 4 എന്നാണ് വരിക. 39 into 4 എന്ന് പറയുമ്പോൾ 156% ആണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ 56% പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് CPയിൽ നിന്നുള്ള അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അടുത്തത് 2 cabs A and B start from C for town D if the distance between two towns is 540 km. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 540 km എന്ന് തന്നിട്ടുണ്ട്. സ്ലോവർ ടാക്സി, ഇപ്പൊ നമുക്ക് A സ്ലോവർ ടാക്സി ആയിട്ടും B ഫാസ്റ്റർ ടാക്സി ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എയുടെ സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 90 km/h ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ടൈം എടുക്കാലോ. ടൈം പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ? അപ്പൊ 540 divided by 90 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 hours ആണ് സ്ലോവർ ടാക്സി എടുക്കുന്ന സമയം ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അവർ മോർ ദാൻ ദ ഫാസ്റ്റർ ടാക്സി. ഫാസ്റ്റർ ടാക്സിയേക്കാൾ 1 hour കൂടുതലാണ് സ്ലോവർ ടാക്സി എടുക്കുന്നത്. അപ്പൊ ഫാസ്റ്റർ ടാക്സിയുടെ ടൈം എത്രയായിരിക്കും? 5 hours ആയിരിക്കും അല്ലെ? 1 മണിക്കൂർ കൂടുതലല്ലേ സ്ലോവർ ടാക്സി. അപ്പൊ ഫാസ്റ്റർ ടാക്സിയുടെ ടൈം 5 hours ആണ്. ഡിസ്റ്റൻസ് 540 ആണെന്ന് നമുക്കറിയാം. സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് 54 എന്ന് പറഞ്ഞാല് എത്ര വരും? അതിനകത്ത് 9 വരും അല്ലെ? 45 അല്ല 1 വരും. ഇവിടെ 4 ഇല്ല, 0. 48 ടൈംസ് 108 km/h ആണ് ഫാസ്റ്റർ ടാക്സിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് ഇന്നലത്തെ ഷിഫ്റ്റിനകത്ത് അറ്റൻഡ് ചെയ്ത കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ആ പാറ്റേണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് മാത്സിൽ
ലോസ് ആവാതെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർ നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.